കെ ശൈലജയെ മുഖ്യമന്ത്രിയായി കാണാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന ചർച്ചകൾക്കിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് കേരളത്തിലെ പ്രധാന നേതാവെന്ന് വിശദീകരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തിരുത്തലെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ മാറ്റാനല്ലെന്ന് പറയുകയാണ് ഗോവിന്ദൻ. എന്തിന് നേതൃമാറ്റം? ഏറ്റവും പ്രധാനപ്പെട്ട നേതാവല്ലേ പിണറായി? തുടർഭരണത്തിലേക്ക് കേരളത്തെ നയിക്കാൻ നെടും തൂണായി നിന്നത് പിണറായിയാണ്. ഇപ്പോഴും അതെ. പാർട്ടിയുടെയും സർക്കാരിന്റെയും മുന്നിൽ അത്തരമൊരു കാര്യമില്ലെന്നാണ് ഗോവിന്ദന്റെ പ്രതികരണം. എന്നാൽ തെറ്റുതിരുത്തലിൽ EP ജയരാജനെതിരെ പരിശോധനകൾ ഉണ്ടാകുമെന്നും ഗോവിന്ദൻ വിശദീകരിക്കുന്നു. അതായത് ശൈലജയെ മുഖ്യമന്ത്രിയാക്കിയുള്ള പരീക്ഷണം ഗോവിന്ദനും ആഗ്രഹിക്കുന്നില്ല. സംഘടനാപരമായ പരിശോധനയും ഞങ്ങൾ നടത്തും. ഞങ്ങൾ നന്നായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ അതിന്റെ നേട്ടം UDF-നാണ് ലഭിച്ചത്. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഫലപ്രദമായ രാഷ്ട്രീയ പരിപാടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ഗോവിന്ദന്റെ വിശദീകരണം. EP ജയരാജൻ BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഗൗരവപൂർവ്വം പരിശോധിക്കുമെന്നാണ് ഗോവിന്ദന്റെ പരാമർശം. അതായത് EP-ക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ടെന്ന് പറഞ്ഞു വെക്കുകയാണ് ഗോവിന്ദൻ. എങ്കിലും മുഖ്യമന്ത്രിയായി പിണറായി മതിയെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞു വെക്കുന്നതാണ് വസ്തുത. ഇനിയും ഭരണ തുടർച്ചയിലേക്ക് CPM-നെ നയിക്കാൻ പിണറായിക്കാകുമെന്ന സൂചനകളാണ് ഗോവിന്ദന്റെ വാക്കുകളിലുള്ളത്. സർക്കാർ നടപ്പാക്കേണ്ട കാര്യങ്ങളിൽ ഊന്നൽ നൽകേണ്ടത് ഏതിലാണെന്നതിൽ കൃത്യമായ ധാരണയുണ്ടാകും. വർഗപരമായി ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങൾ കൊടുക്കാൻ സാധിക്കണമെന്ന നിലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയണമെന്നാണ് ആലോചിക്കുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ പേരിൽ CPM-നെതിരായി വലിയ വേട്ട നടന്നിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ എല്ലാ ഏജൻസികളെയും അതിനായി ഉപയോഗിച്ചു. ഭരണഘടനാ സ്ഥാപനങ്ങൾ RSS-ന്റെ താളത്തിനൊത്തു തുള്ളുന്ന സ്ഥിതി വന്നു. കോൺഗ്രസിനെതിരായി വരുന്നത് കോൺഗ്രസ് പ്രതിരോധിച്ചു. എന്നാൽ അതിന്റെ അഖിലേന്ത്യാ നേതാവ് വന്നപ്പോൾ പിണറായിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ലെന്ന് ചോദിക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. നയമില്ലായ്മയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എല്ലാം ചേർത്ത് BJP-ക്ക് ജയിക്കാനുള്ള അന്തരീക്ഷം അവർ സൃഷ്ടിച്ചതിനൊപ്പം കോൺഗ്രസിന്റെ ക്രിയാത്മക സഹായവുമായപ്പോൾ അവർക്ക് എളുപ്പത്തിൽ കാര്യം നേടാനായി. ഇതാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ CPM സെക്രട്ടറിയുടെ വാക്കുകൾ.